അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കാര്യങ്ങളെയും വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന, പ്രത്യേകിച്ച് പരീക്ഷയെ ഉത്സാഹപൂർവം വരവേൽക്കുന്ന പ്രിയപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ, ഈ മദ്രസ വേൾഡ് യൂട്യൂബ് ചാനലിലൂടെ പരീക്ഷ എഴുതാൻ, നന്നായി വായിക്കാൻ ഉത്തേജിപ്പിക്കുന്ന ഓരോ ക്ലാസ്സുകളും ഓരോ വീഡിയോസുകളും നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെയും ഈ വീഡിയോയിലൂടെയും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തഫ്ഹീമി തിലാവയിലെ പ്രധാന ഭാഗമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നേരത്തെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പരീക്ഷയിലെ ഓരോ ചോദ്യങ്ങളും വിവിധ തരത്തിലാണ്. 2-3 തരത്തിൽ പല മോഡലിലാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് നടക്കുന്നത്. അതിലൊന്ന്, നിങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ധാരാളം ചിത്രങ്ങളും അതിൻ്റെ അറബി പേരുകളും നിങ്ങൾ പഠിച്ചിരുന്നു. പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ആ ചിത്രങ്ങൾ കാണിച്ചാൽ അതിൻ്റെ പേര് എത്രയും വേഗത്തിൽ ഉത്സാഹപൂർവ്വം തെറ്റുകൾ കൂടാതെ പറയാൻ സാധിക്കും. നന്നായി ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്. അതൊക്കെ ഒരു ആവർത്തനമായി നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ, പാഠങ്ങൾ, ചിത്രങ്ങൾ, അതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിനു മുമ്പായി നിങ്ങൾ പഠിച്ചൊരു ചിത്രം ഞാൻ വീഡിയോസിലൂടെ കാണിക്കുന്നു. അതൊരു വാഹനമാണ്. വിശുദ്ധ മക്കയിലും മദീനയിലേക്കും ദുബായിലേക്കും അബൂദാബിയിലേക്കുമൊക്കെ നമ്മുടെ പിതാക്കളും ഇക്കാക്കമാരൊക്കെ യാത്ര ചെയ്യുന്ന, അവിടത്തേക്ക് പോകാൻ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്. കണ്ടോ നിങ്ങൾ? അതിൻ്റെ അറബി പേരാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ആ വാഹനം പറന്നുയർന്നു പോകുന്നു, പറന്നിറങ്ങുന്നു. വളരെ മനോഹരമായൊരു വീഡിയോ. എന്താ മക്കളെ ആ വീഡിയോയിലൂടെ കണ്ട ആ വാഹനത്തിൻ്റെ അറബിയിലുള്ള പേര്? നല്ല ഉച്ചാരണത്തിൽ നിങ്ങളത് പറയാൻ ശ്രദ്ധിക്കണം. പലർക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ് അതിൻ്റെ പേര്? തയ്യാറത്തുൻ. അതിലെ ആദ്യത്തെ അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം. തയ്യാറത്തുൻ. ചുണ്ടു വളയാതെ, ഒരു കാരണവശാലും നോക്കി ത എന്ന് വായിക്കരുത്. തയ്യാറത്തുൻ എന്നല്ല, തയ്യാറത്തുൻ. മാഷാ അല്ലാഹ്, വിമാനം അല്ലേ? ഇനി നിങ്ങൾ പഠിച്ച, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഠിച്ച പാഠങ്ങളിലെ ഓരോ ചിത്രവും അതിൻ്റെ പേരും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും വരാൻ ഉസ്താദ് കാണിച്ചു തരുന്നു. എന്താണ് ആ ചിത്രം? പേരുകൾ ഉടൻ നിങ്ങൾ പറയുക. ലിവാഉൻ. നിങ്ങളിൽ ഓർമ്മയിലിരിക്കട്ടെ. ലിവാഉൻ. അടുത്തത് അവിടെ വന്ന് ചിത്രം എന്താണ്? എന്താണ്? ഹബ്ലുൻ. മാഷാ അല്ലാഹ്, ഹബ്ലുൻ, ഹബ്ലുൻ. ഇനി അടുത്ത ചിത്രം. ചിത്രം നോക്കി പേര് നിങ്ങളുടെ മനസ്സുകളിൽ ഉടൻ വരണം. നിങ്ങൾ സ്വയം ആരോടും ചോദിക്കാതെ ഉച്ചാരണം കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ നാമം നിങ്ങൾ പറയണം. എന്താണത്? ഖത്മുൻ. എന്താണ്? ഖ എന്ന അക്ഷരമാണ് ഇതിലൂടെ പഠിച്ചത് അല്ലേ? ഖത്മുൻ. പരീക്ഷയ്ക്ക് ഒരിക്കലും ചിത്രങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണ്ടാവില്ല.
ചിത്രം ഒരു ഭാഗത്തും പേരുകൾ മറ്റൊരു ഭാഗത്തുമായിരിക്കും. ചിത്രം നോക്കി നിങ്ങൾ തിരഞ്ഞെടുത്ത് വിരൽ വെച്ച് നിങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അതിനൊരു മാതൃകാ ചോദ്യം നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ്സിൽ കാണിച്ചു തരും. അടുത്ത ചിത്രം നോക്കൂ. എന്താണ്? മാഷാ അല്ലാ, മാഷാ അല്ലാ. സബീബുൻ, സബീബുൻ, ഉണക്കമുന്തിരി അല്ലേ? സബീബുൻ അറിയാമല്ലോ. എല്ലാവരും ഓർത്ത് വെക്കുക, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചിത്രം നോക്കൂ. നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു വസ്തു എന്താണത്? അതിന് അറബിയിൽ പറയുന്ന പേരാണ് നമുക്ക് വേണ്ടത്. എന്താണത്? ഐനുൻ. ആദ്യത്തെ അക്ഷരം ഐനാണ്. ഉസ്താദിന് വായിച്ചു കൊടുക്കുമ്പോൾ ഐനുൻ എന്ന് വായിക്കരുത്, ഐനുൻ, കണ്ണ്. മാഷാ അല്ലാ. ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൻ്റെ പേര് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് അതിൻ്റെ പേര്? ആ ചിത്രം എന്താണ്? അരിപ്പ അല്ലേ? അതിന് അറബിയിൽ പറയുന്ന പേര് എന്താണ്? തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് ആ അക്ഷരം പുറപ്പെടുന്നത്. പറഞ്ഞുവല്ലോ. മാഷാ അല്ലാ, നന്നായി വായിക്കുന്ന മക്കളാണ് നിങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. എന്താണത്? ഖലമുൻ, ഖാഫ്, ഖലമുൻ അല്ലേ? 2 പുള്ളി മുകളിലുണ്ട്. നേരത്തെ നമ്മളൊരു അക്ഷരം പഠിച്ചിരുന്നു, അത് കാഫ് അല്ലേ? കസുൻ. ഇത് അതിൻ്റെ അല്പം മുകളിൽ വെച്ച് ഖലമുൻ, പേന. മാഷാ അല്ലാ. ഇങ്ങനെ ഓരോ പേരുകളും ഉസ്താദ് ഇതിൽ എല്ലാ പേരുകളും എല്ലാ ചിത്രങ്ങളും കാണിച്ചു തന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കിതാബ് നോക്കി മനസ്സിലാക്കി മനസ്സിൽ ഓർത്തെടുക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാതൃക നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളത് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആ 4 ചിത്രങ്ങളുടെയും പേരുകളും അതിലുണ്ട്. പക്ഷേ ഓരോ ചിത്രത്തിൻ്റെയും താഴെയുള്ള പേര് അതിൻ്റെ പേരല്ല. പേരുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഉള്ളത്. നിങ്ങൾ ചിത്രം നോക്കി അതിൻ്റെ യഥാർത്ഥ പേര് വിരൽ വെച്ച് തൊട്ട് ഉസ്താദിന് വായിച്ച് കളിപ്പിക്കണം. മനസ്സിലായല്ലോ? ആദ്യത്തെ ചിത്രം എന്താണ്? പാത്രം അല്ലേ? പ്ലേറ്റ്. അതിൻ്റെ പേര് നിങ്ങൾ വലത് കൈയുടെ ചൂണ്ടുവിരൽ വെച്ച് നിങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുക്കണം. അതിൻ്റെ താഴെയുള്ള പേര് അതിൻ്റെ പേരല്ല. കണ്ടെത്തൂ. ഏതാണ് മക്കളെ അതിൻ്റെ പേര്? ഒന്നാമത്തതല്ല, രണ്ടാമത്തതല്ല, മൂന്നാമത്തതല്ല, നാലാമത്തത്. എന്താണ് നാലാമത്തത്? സഹ്നുൻ അല്ലേ? സാദ്, സാദ്, സഹ്നുൻ, സാദ്, ഹ, നൂൻ. പേരുകൾ മാത്രം വായിച്ച് കൊടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. ആ പേരുകൾ പറയലോടുകൂടി ഉസ്താദിന് മനസ്സിലാവണം. അതിലെ 3 അക്ഷരങ്ങളും ഈ കുട്ടിക്ക്, ഈ പൊന്നുമോനെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഉസ്താദ് മനസ്സിലാക്കും. എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ മാർക്ക് നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൻ്റെ പേര് നിങ്ങളൊക്കെ തൊട്ട് കാണിച്ച് വായിച്ചു. സഹ്നുൻ. രണ്ടാമത്തെ ചിത്രം എന്താണ്? എന്താണ്? വിറക് വെട്ടാൻ നാം ഉപയോഗിക്കുന്ന ഒരു ആയുധം, കോടാലി. കോടാലിയുടെ താഴെയുള്ള പേരാണോ അതിൻ്റെ അറബിയിലുള്ള പേര്? താഴെയുള്ള പേരെന്താണ്? മിളല്ലത്തുൻ. മിളല്ലത്തുൻ എന്നാണോ കോടാലിക്ക് അറബിയിൽ പറയുക? അല്ല. പിന്നെ ഏത് പേരാണ്? നിങ്ങൾ കണ്ടെത്തൂ.
അതിന് ശേഷമുള്ള അതിൽ മൂന്നാമതായി നിൽക്കുന്ന ഏതാണ്? ഫഅ്സുൻ. മാഷാ അല്ലാ, ഫഅ്സുൻ. ഫഅ്സുൻ എന്നതാണ് അതിൻ്റെ പേര്. കോടാലി അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഫഅ്സുൻ. പറഞ്ഞ കുട്ടികൾക്കൊക്കെ മാർക്ക് ലഭിച്ചു. മൂന്നാമത്തത് എന്താണ്? മഴക്കാലത്ത് നാം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലേ? നല്ല വെയിൽ വന്നാലും നാം ഉപയോഗിക്കും. അതാണ് ചിത്രം. എന്താണ്? കുട. അതിന് അറബിയിൽ പറയുന്ന പേരെന്താണ്? അതിൻ്റെ തൊട്ട് താഴെ എന്താണ് പേര്? ഫഅ്സുൻ. കുടയ്ക്ക് ഫഅ്സുൻ എന്നാണോ? അല്ല. അതിൻ്റെ യഥാർത്ഥ പേര് തൊട്ട് കാണിച്ച് വായിക്കൂ. എന്താണ്? കുടയുടെ രണ്ടാമത് നാം കണ്ട പദം. കോടാലിയുടെ താഴെയുള്ള പേരാണ് കുടയുടെ പേര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങളുടെ വിരൽ വെച്ച് വായിക്കണം. കുടയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് മിവല്ലത്തുൻ. എന്താ മക്കളെ? അല്ലേ? അല്ലേ? മിവല്ലത്തുൻ. മാഷാ അല്ലാ. ഇനി ഒരു ചിത്രവും കൂടി അവിടെയുണ്ട്. എന്താണത്? നിങ്ങൾ ആദ്യ ഭാഗത്തു നിന്ന് തഫ്ഹീമി തിലാവയുടെ ഒന്നാം ഭാഗത്ത് നിന്ന് പഠിച്ചൊരു ചിത്രം. ആ ഭാഗത്തുള്ള ചിത്രങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വരണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ എന്താ ചിത്രം? ഇഷ്ടിക. ഇഷ്ടികയ്ക്ക് അറബിയിൽ പറയുന്ന പേരെന്താണ്? അല്ല, അതിൽ ആദ്യത്തെ പദം എല്ലാവരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലബീനുൻ. ലബീനുൻ. ഇങ്ങനെ ചിത്രങ്ങളിലൊരു ഭാഗത്തും അല്ലേ പേരുകൾ മറ്റൊരു ഭാഗത്തും നിങ്ങൾക്ക് തന്ന് ചിത്രങ്ങളുടെ പേരുകൾ വിരൽ വെച്ച് തൊട്ട് കാണിച്ച് ശരിയായി വായിക്കണം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അത് എല്ലാവരും പഠിക്കണം. ഉസ്താദ് ഇതിൽ 3-4 ചിത്രങ്ങൾ മാത്രമേ കാണിച്ചു തന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടെത്തി വായിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് മറ്റൊരു മാതൃകാ ചോദ്യത്തിലേക്ക് പോകാം. അവിടെയൊക്കെ നോക്കൂ. ചിത്രങ്ങൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലേ? 4 ചിത്രങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒന്നാമതായുള്ള ചിത്രം നിങ്ങൾക്കറിയാം. അതിൻ്റെ പേര് താഴെ കാണുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ പേര് അവിടെ ഇല്ല. ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിട്ട അക്ഷരം എഴുതുക. എന്താണ് നമ്മൾ മുകളിൽ ആദ്യം വീഡിയോസിൽ കാണിച്ചു തന്ന വിമാനം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ത എന്നാണോ? അല്ല, ത. ത അവിടെ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരം അവിടെ എഴുതി നിങ്ങൾ അത് പൂരിപ്പിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിച്ചു. ഇത് എഴുത്ത് പരീക്ഷയാണ്. എഴുതാൻ പറയുന്ന ഭാഗമാണ് ഇത്. ത എന്ന അക്ഷരം അവിടെ എഴുതണം. രണ്ടാമത് പല്ല്. അതിൻ്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്. സുൻ എന്നുണ്ട്. പക്ഷെ ആദ്യത്തെ അക്ഷരമില്ല. അവിടെ ഏത് അക്ഷരമാണ് ആദ്യം വിട്ടുപോയത്? അല്ലേ? ലിർസുൻ. ആ അക്ഷരം അവിടെ മനോഹരമായിട്ട് ഭയം കൂടാതെ എഴുതണം. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ചിത്രം എന്താണ്? വാൽ അല്ലേ? വാൽ. പശുവിന് വാലുണ്ട്, പല മൃഗങ്ങൾക്കും വാലുണ്ട്. അതിൻ്റെ പേരാണ് താഴെയുള്ളത്. പക്ഷേ ആദ്യത്തെ അക്ഷരം പ്രധാനമാണ്. അതവിടെ ഇല്ല. ഏതാണത്? അല്ലേ? എന്നല്ല, നബുൻ. നബുൻ അവിടെ ഉണ്ട് അല്ലേ? അവിടെ ഇല്ല. നിങ്ങൾ അവിടെ അക്ഷരം ചേർത്ത് എഴുതണം. കൂട്ടി വായിക്കുമ്പോൾ നബുൻ. മാഷാ അല്ലാഹ്. ഇനി അവസാനം ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. എന്താണത്? നിങ്ങളുടെ വീടുകളിൽ ആ ചിത്രമുണ്ട്. ഫ്രിഡ്ജ് അല്ലേ? ഫ്രിഡ്ജ്. അതിൻ്റെ അറബിയിൽ പറയുന്ന പേര് നിങ്ങൾക്കറിയണം അല്ലേ? നിങ്ങൾക്കറിയാം. പക്ഷേ താഴെ അതിൻ്റെ പേരുണ്ട്. ഒന്നാമത്തെ അക്ഷരം അവിടെ ഇല്ല. അത് പൂരിപ്പിച്ച് അത് പൂർണ്ണമായും വായിക്കുക. സ അല്ലേ? സ. കൂട്ടി വായിക്കുമ്പോൾ സല്ലാജത്തുൻ. എന്താണ്? സല്ലാജത്തുൻ. സീനല്ല, അല്ലേ? സല്ലാജത്തുൻ. മാഷാ അല്ലാഹ്. ഇതാണ് പരീക്ഷയിലെ ഒരു ചോദ്യത്തിൻ്റെ മാതൃക. ഇനി
മറ്റൊരു മാതൃക കൂടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ വീഡിയോയിലൂടെ. അതെന്താണ്? സ്ക്രീനിലേക്ക് നോക്കൂ. എന്താണ്? പദങ്ങളിലെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതുക. നിങ്ങൾക്ക് ഒരു പദം കാണിച്ചു തരും. അതിലെ അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതാൻ നിങ്ങൾക്ക് ഓരോ കള്ളികളുണ്ടാകും, എഴുതാനുള്ള സ്ഥലമുണ്ടാകും. നിങ്ങളത് വേർതിരിച്ച് എഴുതണം. ഒരുപക്ഷെ അങ്ങനെയും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ പദം എന്താണ് അവിടെയുള്ളത്? യ ഖാഫൂന, യഖാഫൂന. അതിൽ എത്ര അക്ഷരമാണുള്ളത്? ഒന്ന് എണ്ണി നോക്കൂ. 4 അക്ഷരമാണോ? അല്ല. അതിൽ അക്ഷരങ്ങൾ മുഴുവനും എഴുതാൻ നിങ്ങൾക്ക് സ്ഥലങ്ങളുണ്ട്. നോക്കാം നമുക്ക്. ആദ്യത്തെ അക്ഷരം എന്താണ്? യ, യ അല്ലേ? രണ്ടാമത്തെ അക്ഷരം ഹ, ഹ അല്ലേ? മൂന്നാമത്തെ അക്ഷരം ഹ എന്നതിനെ നീട്ടാൻ ഉപയോഗിച്ച അലിഫ്, അതാണ് 3. നാലാമത്തെ അക്ഷരം ഫു. അഞ്ചാമത്തെ അക്ഷരം പലരും പറഞ്ഞു അത് നീട്ടാൻ, ഫു എന്നതിനെ ലമ്മാക്കപ്പെട്ട അക്ഷരത്തെ നീട്ടാനുള്ള വാവ്, ഫൂ. ആറാമത്തെ അക്ഷരം ന അല്ലേ? ന കൂട്ടി വായിക്കുമ്പോൾ യഖാഫൂന അല്ലേ? യഖാഫൂന. ഇതിൽ 6 അക്ഷരങ്ങളും നിങ്ങൾ വേർതിരിച്ച് എഴുതി. അങ്ങനെ എഴുതാൻ കഴിയണം. യ, ഹ, പിന്നെ അലിഫ്, ഫു, പിന്നെ വാവ്, പിന്നെ അതിനുശേഷം ന. യാ, ഹ, അലിഫ്, ഫ, വാവ്, നൂൻ. ഇനി ഒന്നുകൂടി അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഫീ ജീദിഹ. ഫീ എന്ന് പറയുമ്പോൾ എത്ര അക്ഷരം? 2. ഫി എന്നതും നീട്ടാൻ ഉപയോഗിച്ച യാവും. പിന്നീട് ജീ, ജീം, പിന്നെ യാ അല്ലേ? പിന്നെ ദി, പിന്നെ ഹ, അതിനുശേഷം അലിഫ് അല്ലേ? ഓരോ അക്ഷരവും എണ്ണി നോക്കൂ. എത്ര അക്ഷരമാണ് ഉള്ളത്? 7 അക്ഷരം അതിലുണ്ട് അല്ലേ? ഫാ, യാ, ജീം, യാ, ദാൽ, ഹ, അലിഫ്. ഇങ്ങനെ വരുമ്പോൾ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരവും നിങ്ങളുടെ എണ്ണത്തിൽ പെടുത്തണം. അതിലുള്ള മുഴുവൻ അക്ഷരങ്ങളും വേർതിരിച്ച് എഴുതാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പല ചോദ്യങ്ങളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാക്കും. അള്ളാഹു എല്ലാറ്റിനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.